മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. തിരുസഭ ഇന്ന് ബഥനിയയിലെ വിശുദ്ധ മർത്തായുടെ തിരുനാള് കൊണ്ടാടുകയാണ്. ലാസറിന്റെ സഹോദരിയായ മർത്ത, ഇവള് ലാസറിനെ അടക്കം ചെയ്തതിനു ശേഷം ഈശോ കടന്നു ചെല്ലുമ്പോൾ ഈശോയോട് പറയുന്നുണ്ട്, കർത്താവെ, നീ കൂടെയുണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്ന്. ഈശോ ആ ഭവനത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ലാസർ മരിക്കുകയില്ലായിരുന്നു എന്നുള്ള മർത്തായുടെ വലിയ വിശ്വാസം നമ്മളിവിടെ കാണുകയാണ്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് അവളുടെ സങ്കട മൊഴികൾ കേട്ട് ഈശോ ലാസറിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോ കൂടെയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതവും അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ അധ്വാനങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഈശോ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. ഈശോ എപ്പോഴും നമ്മുടെ ഭവനത്തിൽ ഉണ്ടായിരിക്കണം. ഈശോ എപ്പോഴും നമ്മുടെ അധ്വാനങ്ങളിൽ ഉണ്ടായിരിക്കണം. എന്തു ചെയ്താലും, എവിടെ പോയാലും, എങ്ങനെയായിരുന്നാലും ഈശോയെ വിളിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതാണ് വിശുദ്ധ മർത്തായുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത്. മർത്ത പലവിധ കാര്യങ്ങളിൽ വ്യഗ്രചിത്തയായിരുന്നു. ഈശോ ഒരിക്കൽ അവളുടെ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈശോ അവളോട് പറയുന്നുണ്ട്, അവളുടെ സഹോദരിയായ മറിയം നല്ല ഭാഗം തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന്. അങ്ങനെ പലവിധ കാര്യങ്ങളിൽ വ്യഗ്രചിത്തയായി നടന്നവളാണ് വിശുദ്ധയായി തീർന്നത്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഓർക്കുക, ലോകത്തിൻ്റെതായ കാര്യങ്ങളിലൂടെ നടക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവകൃപയൊഴുകണമെങ്കിൽ ദൈവിക ചിന്തകളുമായിട്ട് നമ്മൾ നടക്കണം. ദൈവത്തെ എപ്പോഴും വിളിച്ചുകൊണ്ട് നടക്കണം. മർത്ത പലവിധ കാര്യങ്ങളും വ്യഗ്രചിത്തയായിരുന്നപ്പോഴും അവിടെ ഉള്ളിൽ നിന്ന് ഈശോ പോയിട്ടില്ല. അവളുടെ ചിന്തയിൽ നിന്ന് ഈശോ പോയിട്ടില്ല. അവളുടെ പ്രവർത്തികളിൽ നിന്ന് ഈശോ പോയിട്ടില്ല. അവിടെയെല്ലാം അവൾ ഈശോയെ കണ്ടിരുന്നു, ഈശോയെ മുറുകെ പിടിച്ചു. അതുകൊണ്ടാ മർത്ത പറയുന്നത്, കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ മരിക്കുകയില്ലായിരുന്നു എന്ന്. അവളെ കണ്ടുകൊണ്ട്, അവളുടെ വിശ്വാസം കണ്ട ലാസറിന് ഈശോ ഉയർപ്പ് കൊടുക്കുന്നത്. ഈ ഒരു വിശ്വാസം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെയെങ്കിൽ നിന്റെ അധ്വാനം, നിന്റെ കുടുംബം, നിന്റെ ജീവിത വഴികൾ അനുഗ്രഹിക്കപ്പെടും. കരങ്ങളെ യാചനയോടെ പിടിച്ച് ഈശോയെ, നല്ല വിശ്വാസം എനിക്ക് നൽകണമേ എന്ന് അപേക്ഷിച്ച് ഇന്നത്തെ എല്ലാ കാര്യങ്ങളെയും കർത്താവിന് കൊടുത്ത് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, വഴികളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ. ഇവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അങ്ങ് എപ്പോഴും ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ, ഇവരുടെ ഭവനത്തിലുണ്ടായിരിക്കണമേ, അധ്വാനങ്ങളിൽ ഉണ്ടായിരിക്കണമേ. സംരക്ഷണം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും ആമേൻ.